Hi students, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Welcome to the session. MIS, a support to the management. The managing process is executed through a varieties of decisions taken at each step of planning, organizing, staffing, directing, controlling and coordinating. MIS aids decision making. The different decisions required to be taken at each steps of management's process are follows. ഇപ്പം ഈ സ്ലൈഡിൽ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് പ്രോസസ്സ് നമുക്കറിയാം. മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്ന ഓരോ സ്റ്റെപ്സുകളാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. ഇതെല്ലാം മാനേജ്മെൻറ്റ് പ്രോസസ്സുകളാണ്. ഈ ഓരോ പ്രോസസ്സുകളിലും നമ്മൾ എഫക്റ്റീവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ. എല്ലാ പ്രോസസ്സുകളിലും തന്നെ നല്ല നല്ല ഡിസിഷൻസ് മേക്കിംഗ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പം ഈ നല്ല ഡിസിഷൻ മേക്കിംഗ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റാൻ നമ്മളെ സഹായിക്കുന്നത് MIS ആണ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. Therefore it is said that MIS aids decision making. Okay, MIS gives support to the management. Okay, here we discuss about the different steps in management. Okay, നമുക്കറിയാം മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സുകളുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓരോ സ്റ്റെപ്സുകളും അവിടെ എടുക്കുന്ന ഡിസിഷൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലാനിങ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ഓക്കെ, പ്ലാനിങ്ങിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എടുക്കുന്ന ഡിസിഷൻസ് എന്തൊക്കെയാണ്? ദ സെലക്ഷൻ ഓഫ് വേരിയസ് ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ്, റിസോഴ്സസ്, മെത്തേഡ്സ് എക്സെട്ര. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്, റിസോഴ്സുകൾ, മെത്തേഡ്സുകൾ അവിടെ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് MISൻ്റെ സപ്പോർട്ട് വേണം. ഓക്കെ, നമുക്ക് ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്, എന്തെല്ലാം റിസോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കണം, ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്, ഇങ്ങനെയുള്ള പ്ലാനിങ് ആക്ടിവിറ്റീസിൽ എഫക്റ്റീവായ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് MIS സപ്പോർട്ട് ചെയ്യും. ദെൻ സെക്കൻഡ് വൺ ഈസ് ഓർഗനൈസിങ്, ദ സെലക്ഷൻ ഓഫ് കോമ്പിനേഷൻ ഔട്ട് ഓഫ് സെവറൽ കോമ്പിനേഷൻ ഓഫ് ദ ഗോൾ. ഒന്നിലധികം കോമ്പിനേഷൻസ് കാണും, അതിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഗോൾ, പീപ്പിൾ, റിസോഴ്സ്, മെത്തേഡ്, അതോറിറ്റീസ്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഒത്തിരി കോമ്പിനേഷൻസ് ഉണ്ട്, അതിലൊരു കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ സ്റ്റാഫിങ്, പ്രൊവൈഡിങ് എ പ്രോപ്പർ മാൻ പവർ കോംപ്ലിമെൻറ്റ്. മാൻ പവർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഡിസൈഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഡയറക്റ്റിംഗ്, ചൂസിങ് എ മെത്തേഡ് ഫ്രം ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡയറക്റ്റിംഗ് ദ എഫേർട്ട് ഇൻ ദ ഓർഗനൈസേഷൻ. ഇവിടെയും അത് തന്നെയാണ്, ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതിൽ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ കോർഡിനേറ്റിംഗ്, അവിടെ നമ്മൾ ടൂൾസ് ആൻഡ് ടെക്നിക്സിൻ്റെ ചോയ്സാണ് ഫോർ കോർഡിനേറ്റിംഗ് ദ എഫേർട്ട് ഫോർ ഒപ്റ്റിമം റിസൾട്ട്. ഇവിടുത്തെ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല പല ടൂൾസുകൾ അവൈലബിൾ ആണ്, പല പല ടെക്നിക്സുകൾ അവൈലബിൾ ആണ് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ. ആ കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ അവിടെ നിന്നും സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ കൺട്രോളിങ്, സെലക്ഷൻ ഓഫ് എക്സെപ്ഷൻ, കണ്ടീഷൻ ആൻഡ് പവറിങ് ദ ഡിസിഷൻ ഗൈഡൻസ് ടു ഡീൽ വിത്ത് ദം. എക്സെപ്ഷൻ കണ്ടീഷൻസ് വരുവാണെങ്കിൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് അവിടെ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഡിസിഷൻ ഗൈഡൻസ് എടുത്ത് പ്രോപ്പറായിട്ട് ആ എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്ത് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നു. ഈ ഓരോ ഫേസസിലും നമുക്ക് എന്താണ്, MIS എയ്ഡ്സ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റ് പ്രോസസ്സിലെ ഓരോ ഫേസസുകളിലും നമുക്ക് MIS ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസിഷൻ മേക്കിംഗ് നടത്താനായിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നമ്മുടെ മാനേജ്മെൻറ്റ് പ്രോസസ്സുകളിൽ അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് MIS ഇസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ സപ്പോർട്ട് ഇൻ ദ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ്, ഷുഡ് ഹെൽപ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബിസിനസ് ഗോൾസ് ആർ അച്ചീവ്ഡ് ഇൻ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മാനർ. ഓരോ ഫേസസിലും നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തി, പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നടത്തി, അതിൽ ആ ഡിസിഷൻ മേക്കിംഗ് വഴി നമ്മൾ എഫിഷ്യൻറ്റ് മെത്തേഡിൽ, എഫിഷ്യൻറ്റ് മാനറിൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ MIS നമ്മളെ സഹായിക്കുന്നു. ഇതാണ് MISൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫിഗർ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഫ്രം ദ എബവ് എൻവയോൺമെൻറ്റ് ഇസ് ദെയർ, മാനേജ്മെൻറ്റ് ഇസ് ദെയർ, ഗോൾ സെറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്രോസസ്സുകളുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്, ഇങ്ങനെയുള്ള ഓരോ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഇവിടെ ബോട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും MIS. ഒരു മാനേജ്മെൻറ്റ്, ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും ഇത്രയും മാനേജ്മെൻറ്റ് പ്രോസസ്സുകൾ അവിടെ ഉണ്ട്. ഏത് ഓർഗനൈസേഷൻ എടുത്താലും, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, മറ്റ് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താലും അവിടെ
മാനേജ്മെൻറ്റ് പ്രോസസ്സുകളെല്ലാം സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഈ മാനേജ്മെൻറ്റ് പ്രോസസ്സുകൾ ഉപയോഗിച്ച് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ MISൻ്റെ സപ്പോർട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യണം. MIS മാനേജ്മെൻറ്റ് സപ്പോർട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഡിസ്ക്രിപ്ഷനിൽ എഴുതുക, അതിനോടൊപ്പം തന്നെ ഈ ഫിഗറും കൂടെ വരയ്ക്കുക. MIS ആൻഡ് ദ യൂസർ. നമുക്കറിയാം MIS യൂസ് ചെയ്യുന്ന യൂസറുകൾ ടോപ്പ് ലെവൽ മാത്രമാണോ എന്ന് നമുക്കൊരു ഡൗട്ട് വരാം. പക്ഷേ അല്ല, MIS ഒരു ഓർഗനൈസേഷനിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ഓപ്പറേറ്റഡ് ഓൾ ലെവൽസ് ഇൻ ദ ഹയറാർക്കി. നമുക്കറിയാം ഒരു ഓഫീസിൽ എല്ലാം ഹയറാർക്കിയിലൊക്കെയാണ്. ഏത് ടോപ്പ് ആയിക്കോട്ടെ, മിഡിൽ ആയിക്കോട്ടെ, ലോവർ ആയിക്കോട്ടെ, അവിടെ എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് പീപ്പിളാണ്, അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നടത്തുന്നത് പീപ്പിളാണ്. ദ ടിപ്പിക്കൽ യൂസർ ഇസ് എ ക്ലർക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഓർഗനൈസേഷൻ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം അവിടെ ക്ലർക്കിലുണ്ട്, അസിസ്റ്റൻ്റ് ഉണ്ട്, ഓഫീസേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്. അപ്പം ഈ ഓരോ യൂസേഴ്സിനും എന്ത് യൂസ് ചെയ്യാൻ പറ്റും? MIS യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ക്ലറിക്കൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ചാൽ ഡേറ്റ സെർച്ച് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക ആൻഡ് സബ്മിറ്റ് ടു ദ ഹയർ ലെവൽ. ഡേറ്റ സെർച്ചിങ്, മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സബ്മിറ്റിംഗ് ടു ദ ഹയർ ലെവൽ. അപ്പോൾ ഡേറ്റ സെർച്ചിങ്ങും സ്റ്റേറ്റ്മെൻറ്റ് മേക്കിങ്ങും ഒക്കെ MIS ഉണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാനും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. നെക്സ്റ്റ് ഇസ് ദ അസിസ്റ്റൻറ്റ്. അവിടെ അസിസ്റ്റൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ക്ലറിക്കൽസിൻ്റെ കയ്യിൽ നിന്ന് ഡേറ്റാസിനെ കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, എലമെൻ്ററി അനാലിസിസ് നടത്തുക. ഒരു ഓഫീസിലെ അസിസ്റ്റൻറ്റിന് ചെയ്യേണ്ട ജോലികൾ ഇതൊക്കെയാണ്. MIS യൂസ് ചെയ്യുകയാണെങ്കിൽ അസിസ്റ്റൻസിനും ഈ ജോലികളല്ലേ പല ക്ലറിക്കൽ ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ ടാസ്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. Here officers has a role of integrating the data from different systems and disciplines to analyze it and make it critical comment if anything adverse is found. അപ്പോൾ ഡേറ്റ അസിസ്റ്റൻറ്റ് കൊടുക്കുന്ന എല്ലാ ഡേറ്റയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ജോലി ഓഫീസേഴ്സിൻ്റെയാണ്. ഇനി എന്തെങ്കിലും ആഡ്വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സാധാരണ രീതിയിൽ നിന്ന് നടക്കുന്നതിന് എതിരായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവർ അവിടെ ക്രിട്ടിക്കൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അസിസ്റ്റൻസിൻ്റെ ഡേറ്റ കളക്ഷനും റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമാണ് ഓഫീസേഴ്സിൻ്റെ ജോലി. ഈ റിപ്പോർട്ട് മേക്കിങ്ങും ഇൻ്റഗ്രേഷൻ ഓഫ് ഡേറ്റയും ഒക്കെ പ്രോപ്പർ ഫോമാറ്റിലും സിസ്റ്റമാറ്റിക്കുമായിട്ട് ചെയ്യാൻ MIS ഓഫീസേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈസ് എക്സിക്യൂട്ടീവ്സ്. They play the role of decision makers. Here responsibilities of achieving the target goal. Executives ആണ് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാറുള്ളത്. For example, they facilitate analysis of data and offer the decision support system to perform the task of execution. MIS provide an action-oriented information to this type of users. Then the last one is manager. He is responsible for accountability of the business result. Okay, long term planner ആണ്, ബിസിനസ് റിസൾട്ടിൻ്റെ അക്കൗണ്ടബിലിറ്റി ചെക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, ദെൻ കോൺസ്റ്റൻറ്റ് ചേഞ്ചിങ് നീഡ് ഓഫ് ഇൻഫർമേഷൻ. ഈ മാനേജേഴ്സിനാണ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ തന്നെ പല സ്ട്രാറ്റജി അല്ലെങ്കിൽ ചേഞ്ചിങ് നീഡ്സ് ഓഫ് ഇൻഫർമേഷൻസ് റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരു കാറ്റഗറി ഓഫ് യൂസറാണ് മാനേജർ. MIS ആ ചേഞ്ചിങ് നീഡ്സ് ഓഫ് ഇൻഫർമേഷൻ്റെ പോലും റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആക്ടിവിറ്റി സെക്ഷൻ. ആക്ടിവിറ്റി സെക്ഷൻസിലെ ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ നോക്കുക. സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആക്ടിവിറ്റി സെക്ഷനിലെ ആൻസേഴ്സ് എഴുതുക. നിങ്ങളുടെ നെയിം, റോൾ നമ്പർ, ലെക്ചർ നമ്പർ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഫോട്ടോസ് എടുക്കാൻ. ഓക്കെ, എങ്കിൽ മാത്രമേ എനിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റൂ. താങ്ക് യു.